നമസ്കാരം. കൗമുദിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഓണാശംസകൾ. അമ്മ വീട്ടിലെ ഓണത്തിലേക്ക് സ്വാഗതം. അമ്മ വീട്ടിലെ ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരു കുളിർമ തന്നെ ഉണ്ടാവും അല്ലേ? കാരണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പദമാണ് അമ്മ എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു അമ്മയെ തന്നെയാണ് നമ്മൾ ഇന്ന് അമ്മ വീട്ടിലെ ഓണത്തിലൂടെ നമ്മുടെ കൂടെ എത്തുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അമ്മ വീട്ടിലെ ഓണം എന്താണെന്നൊക്കെ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. ഈ സോഷ്യൽ മീഡിയ ഇത്രയും ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, എൻ്റെ സ്വന്തം അമ്മ എന്ന ചാനലിലൂടെ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട അമ്മയാണ് നമ്മളിവിടെ ജോയിൻ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഈ പ്രോഗ്രാം ചെയ്യുന്ന എന്നെക്കാളും നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതയായിരിക്കും നമ്മുടെ സ്വന്തം നളിനി അമ്മ. സ്വാഗതം ചെയ്യാം അമ്മ. സ്വാഗതം. ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രേക്ഷകർ അമ്മയെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അമ്മ, എന്തൊക്കെയുണ്ട് വിശേഷം? ഓണത്തിന് എന്താണ് സ്പെഷ്യൽ? ഓണത്തിന് നമ്മൾ എല്ലാ പ്രാവശ്യവും സാമ്പാറും അവിയലും അതൊക്കെ തന്നെയല്ലേ മോളെ. അപ്പോൾ ഇത്തവണ നമുക്കൊന്ന് മാറ്റിയിട്ട് വിളമ്പാവുന്ന വേറെ കുറച്ച് ഐറ്റംസ് ആവാം. അത് കൊള്ളാം അല്ലേ? നമ്മൾ ശരിയാണ്, നോർമലി നമ്മൾ എല്ലാ ഓണത്തിന് സാമ്പാർ ഇല്ലേ, അവിയൽ, കാളൻ അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ സ്വന്തം അമ്മ, ഞാൻ അമ്മ എന്ന് മാത്രമേ ഉള്ളൂ, കാരണം എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അമ്മ അമ്മ എന്ന് തന്നെ വിളിക്കുക അല്ലേ? അപ്പം അമ്മ ഇന്ന് എന്താണ് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നോക്കാം. ഇന്ന് എന്താണ് അമ്മ നമ്മൾ ചെയ്യുന്നത്? ഇന്ന് നമ്മൾ ക്യാബേജും പരിപ്പും കൂടി എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. ക്യാബേജും പരിപ്പും കൂടി എരിശ്ശേരി, അത് ആദ്യമായിട്ട് കേൾക്കണം അല്ലേ? നമ്മൾ ക്യാബേജും പരിപ്പും എരിശ്ശേരി ആദ്യമായിട്ട് ഞാൻ കേൾക്കണം. ഞാൻ കഴിച്ചിട്ടുമില്ല. നോർമലി പലതരം എരിശ്ശേരികളുണ്ട്. വൻപയർ എരിശ്ശേരി, മത്തങ്ങ എരിശ്ശേരി, ചേന വെച്ചിട്ടുണ്ട്, ചേനയും കായും എരിശ്ശേരി ഉണ്ട്, മത്തങ്ങയും പയറും എരിശ്ശേരി, പല എരിശ്ശേരി ഉണ്ട്. ഇത് ക്യാബേജും പരിപ്പും കുറച്ച് മാറ്റമുള്ള ഒരു എരിശ്ശേരി. ക്യാബേജും പരിപ്പും എരിശ്ശേരി. അപ്പോൾ ഇപ്രാവശ്യം കൗമുദിയുടെ എല്ലാ പ്രേക്ഷകരും ഓണത്തിന് ഈ എരിശ്ശേരി ആയിരിക്കും വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാ അമ്മ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ആദ്യം തന്നെ ഒരു ഗ്ലാസ് പരിപ്പ് വേവിച്ചെടുക്കുക. ഓരോ വീട്ടിലെ ആളുകളുടെ കണക്കിന് വേണം കേട്ടോ. ഇപ്പോൾ ചിലപ്പോൾ 4 പേരുള്ളിടത്തും 10 പേരുള്ളിടത്തും വ്യത്യാസം ഉണ്ടല്ലോ അളവ്. നമ്മൾ ഇന്ന് എത്ര ഒരു പരിപ്പ് ഏകദേശം എത്ര? ഏകദേശം ഒരു 3/4 കപ്പ് പരിപ്പ് വേവിച്ച് ആദ്യം എടുക്കുക. ഇപ്പൊ പരിപ്പ് തന്നെ പലതരം ഉണ്ട്. അപ്പൊ അമ്മ വേവിച്ചേക്കണത് പീസ് പരിപ്പാണ്. പീസ് പരിപ്പ്. അപ്പൊ അതങ്ങനെ പ്രത്യേകം മെൻഷൻ ചെയ്ത് വാങ്ങിക്കണം, മേടിക്കും. അപ്പൊ അമ്മ നമ്മളിപ്പോ എത്ര 3/4 ഗ്ലാസ് പീസ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് പ്രത്യേകം അതാണ് അമ്മ വേവിച്ചേക്കണത്. തോരപ്പരിപ്പായാലും വിരോധമൊന്നുമില്ല, തുവരപ്പരിപ്പായാലും കുഴപ്പമില്ല. പക്ഷെ പീസ് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതെ. എത്ര നന്നായിട്ട് വെന്തോടെ? നന്നായിട്ട് വേവണം, പരിപ്പ് നല്ലോണം വേവണം. പിന്നെ ക്യാബേജ് ഒരു കഷ്ണം ആവശ്യമുള്ളത് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഈ പരിപ്പിലേക്ക് ക്യാബേജ് കുറച്ചേ വേവുള്ളൂ. ക്യാബേജ് അല്ല, നമുക്ക് ഇൻഗ്രീഡിയൻസിൽ അമ്മ പിന്നെ എന്തൊക്കെ? മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പുപൊടി മാത്രം ഇട്ട് വേവിക്കുക. പിന്നെ തേങ്ങ അരച്ചെടുക്കുക. ആദ്യം കടുക്, വെളിച്ചെണ്ണ, അത്രയൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഉണക്കമുളക്, ഉപ്പ്, കറിവേപ്പില. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ പരിപ്പ് വേവിച്ചതിനെയും പരിപ്പ് വേവിച്ചത് പാത്രത്തിലേക്ക് കൊട്ടിയിട്ട് ക്യാബേജും കൂടെ അതിലേക്ക് ഇട്ട് ഒന്ന് തിളപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം പരിപ്പ് പരിപ്പമ്മ ഒന്ന് അടുപ്പ് കത്തിച്ചോളൂ. അമ്മ കൊട്ടി എന്നൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര രസമുണ്ട് അല്ലേ നാടൻ ഭാഷയിൽ? നമ്മൾ പരിപ്പ് വേവിച്ച് അമ്മ ഓൾറെഡി വെച്ചിട്ടുണ്ട്, കാരണം ഒരുപാട് സമയം കളയണ്ടല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാലേ അമ്മ ഈസി ആയിട്ട്. ക്യാബേജ് ഇനി ഇതിപ്പോൾ ഒരു കുഞ്ഞി ക്യാബേജ് ആണോ അമ്മ? അതിൻ്റെ പകുതി മതി. ചെറിയ ക്യാബേജിൻ്റെ ഇട്ടോ പകുതി നമ്മൾ ഈ പരിപ്പ് വേവിച്ചതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിളയ്ക്കണം. അപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പുപൊടി മിക്സ് ചെയ്യുക. അപ്പം നമ്മളിത് തിളയ്ക്കാനുള്ള ഒരു അതിട്ടിട്ട് വേണം ഒന്ന് ഇളക്കി കൊടുക്കണം അല്ല, എന്നിട്ട് പൊടികളിടണം. പൊടിയിലിട്ടാണ് തിളപ്പിക്കുന്നത്. അത് ഏത് പൊടിയാകുമ്പോൾ? മഞ്ഞൾപ്പൊടി. അപ്പം നമ്മൾ ക്യാബേജ് കൂടെ ഇട്ടു, അതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച്, മുളക് പൊടിയൊക്കെ ഇഷ്ടം ഓരോരുത്തരുടെ ഏരിയയൊക്കെ അനുസരിച്ച്. അത് തന്നെ. എരിവ് അധികം വേണ്ടവർക്ക് അധികം ഇടാം. ഇത് മറ്റേ മിക്സ് ചെയ്താണോ അതോ കാശ്മീരി ചില്ലിയാണോ? കാശ്മീരി ചില്ലി. അപ്പോൾ വലിയ എരി ഉണ്ടാവില്ല. ഇനി എന്താ അമ്മ ചേർക്കണ്ടേ? ഉപ്പ്. ഇത് പോരെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ചേർക്കണം. ഇത്രയും മതി അല്ലേ? ഇനി അടച്ചു വെച്ച് നമ്മൾ തിളക്കട്ടെ. അപ്പോഴേക്കും ക്യാബേജ് വെന്തോളും. ക്യാബേജിന് അധികം വേവില്ല. വേവില്ല. നമ്മൾ പരിപ്പിട്ടു,
ക്യാബേജ് ഇട്ടു, മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പിട്ടു. ഇത്രയും ഇട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളയ്ക്കാം. അമ്മ ഞാനിപ്പം ഈ നമുക്ക് തിള വരുന്ന നേരത്തിന് അമ്മയുടെ വിശേഷങ്ങളൊക്കെയാണ്. അമ്മയ്ക്ക് വിളിക്കുമ്പോൾ ഒക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു, മോളെ ഞാൻ സാധാ പോലെ ചെയ്യുന്നത്. പക്ഷെ അമ്മ ഭയങ്കര ഫേമസ് ആണ്, അത് അമ്മയ്ക്ക് അറിയാമോ? അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, അമ്മ ഉടുത്തിരിക്കുന്ന സാരി പോലും സത്യം പറഞ്ഞിട്ട് അമ്മയ്ക്ക് ആരയച്ചെന്നല്ല അതുപോലെ ആരാധകരുണ്ട് അല്ലേ അമ്മ? അമ്മ എന്നോട് പറയായിരുന്നു, എനിക്ക് അറിയില്ല മോളത് ആരയച്ചെന്നുള്ളത്. ഇഷ്ടമുള്ള കുട്ടികളാണ്. ഇഷ്ടമുള്ള അതെ ഞാനൊക്കെ ആ ഗണത്തിൽ പെടുന്ന ആളാണ്. നല്ല കുട്ടി. പിന്നെ ഞാൻ ചോദിക്കട്ടെ അമ്മയ്ക്ക് ഈ കുക്കിങ്ങിനോട് ഇത്ര ഇഷ്ടം? കാരണം കുറേ വെറൈറ്റി സാധനങ്ങൾ അമ്മ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അതെങ്ങനെ അമ്മയുടെ അമ്മ കുക്ക് ചെയ്യുന്ന? എൻ്റെ അമ്മ നല്ലോണം കുക്ക് ചെയ്യായിരുന്നു, ചേച്ചി നല്ലോണം കുക്ക് ചെയ്യും. പിന്നെ എൻ്റെ കുട്ടിക്ക് നല്ലോണം കഴിക്കേണ്ട കുട്ടിയല്ലേ, അത് ഇഷ്ടത്തിന് കുക്ക് ചെയ്ത് പഠിച്ചു. അമ്മ ഈ കുട്ടി എന്നൊക്കെ പറയുന്നിട്ട് ആരും കുട്ടിയാണോ എന്ന് തെറ്റിദ്ധരിക്കണ്ട. അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. മോന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഫുഡി മേനോൻ എന്ന പേരിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ആളാണ്. അദ്ദേഹത്തിനാണ് കുട്ടി എന്ന് പറഞ്ഞ അമ്മ. എൻ്റെ കുട്ടിയല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. നമുക്ക് മക്കൾ എൻ്റെ കുട്ടികളാ അല്ലേ അമ്മ? മക്കൾ എത്ര വളർന്നാലും അമ്മമാർക്ക് കുട്ടികളാണ്. അപ്പൊ അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രിയപ്പെട്ട വിഭവമായിരുന്നു അമ്മയ്ക്ക്? എൻ്റെ അമ്മ ഉണ്ടാക്കണ എല്ലാം ഇഷ്ടമായിരുന്നു. ഒരു ചമ്മന്തി ആണെങ്കിലും ഇഷ്ടം. അയ്യോടാ, അതെനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അങ്ങനെയല്ലേ, നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന എല്ലാം ഇഷ്ടം. ഇപ്പൊ ചേച്ചി കുക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. എൻ്റെ ചേച്ചിയും കുക്ക് നല്ലോണം ചെയ്യും. അപ്പൊ ഈ പണ്ടത്തെ കാലത്തൊക്കെ അമ്മ ചെറുപ്പത്തിലെ എല്ലാരും ഈ കുക്കിംഗ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അന്നൊന്നും ഒന്നും ചെയ്യില്ല, ഇവന് തിന്നാൻ വേണ്ടിയാണ് ചെയ്ത് തുടങ്ങിയത്. അമ്മ ശരിയാട്ടോ, നമ്മളെല്ലാവരും സ്വന്തമായിട്ട് ചെയ്യുന്നേക്കാളും മക്കളുണ്ടാവുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് ചെയ്ത് അങ്ങനെയാണ് അമ്മ. അതെ. അപ്പം അങ്ങനെയുള്ള മോന് നമുക്കറിയാം മോൻ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. അമ്മ പക്ഷെ ഒരു പക്കാ വെജിറ്റേറിയൻ ആണ്. അപ്പൊ ഇപ്പൊ ഓണത്തിന് എനിക്ക് തോന്നുന്നു നമുക്ക് തിള വന്നോ നോക്കാം. ഓക്കെ. അപ്പൊ ഓണത്തിന് വിഭവങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു സ്ഥിരമായിട്ട് കുറേ വിഭവങ്ങളുണ്ട്. അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടമുള്ള വിഭവം ഇത് ഓണ സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം അമ്മയ്ക്ക്? എനിക്ക് സാമ്പാർ ഓലനും. സാമ്പാർ ഓലനാണ്. സാമ്പാർ ഇഷ്ടമില്ലാത്ത ആൾക്കാർ സാമ്പാറാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ നമ്മുടെ പരിപ്പ് എനിക്ക് തോന്നുന്നു അല്ലേ പരിപ്പ് ക്യാബേജ് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം അമ്മ ഒന്ന് പാകം നോക്കണമെങ്കിൽ ഇത് ശരിക്കും അമ്മ കയ്യിൽ വെച്ച് നോക്കും. നമ്മുടെ വീട്ടിലെ എല്ലാ അമ്മമാരും ചെയ്യുന്നതാണ് അല്ലേ? ഭയങ്കര അങ്ങനെ ആണ് നമ്മൾ വേവ് നോക്കുന്നത്. അപ്പൊ അതായിട്ടുണ്ട്. ഇനി എന്താ അമ്മ ചെയ്യേണ്ടത്? അതിൽ തേങ്ങയും ജീരകവും കൂടെ അരച്ചത് മിക്സ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മള് ഇതിന് എത്ര ഒരു ഏകദേശം ഒരു അരമുറി തേങ്ങ, കുറച്ച് ജീരകം കൂടി നല്ലോണം വെണ്ണ പോലെ അരച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് ഒന്നുകൂടി തിളയ്ക്കണം. അപ്പം നമ്മൾ പിന്നെ ഇത് അമ്മ അരച്ച് വെച്ചിട്ടുണ്ട്. ഒരു മുറി തേങ്ങ, ഒരു ലേശം ജീരകം, കുറച്ച് ജീരകം, മറ്റേ നല്ല ജീരകമാണ്. നല്ല ജീരകം നമ്മൾ അവിയലിനൊക്കെ ചേർക്കും. അത് തന്നെ. നമുക്കറിയാലോ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് തിളപ്പിക്കില്ല അല്ലേ അമ്മ? അല്ല, ഒന്ന് തിളയ്ക്കണം, പച്ചച്ചോവ വരരുത്. തേങ്ങയും ജീരകം കൂടെ അരച്ചതും ഇതിലേക്ക് മിക്സ് ചെയ്തു. ഇനി അതൊന്ന് തിളയ്ക്കണം. അതിനൊരു എത്ര തിള വരുന്ന സമയം മതി? ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഭംഗിയാവണം, അത്ര സ്വാദും വരണം. അപ്പം നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഭക്ഷണ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചത്. അമ്മയ്ക്ക് ഇപ്പൊ പഴയ കാലത്തൊക്കെ കുറെ ചിട്ടകളൊക്കെ ഉണ്ട്. ഇപ്പൊ കർക്കിടകമായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ഉണ്ടോ ചിട്ടകളൊക്കെ? അല്ലാണ്ടുണ്ട്. എല്ലാം കൃത്യമായിട്ട് അമ്മ ഇഷ്ടം എല്ലാം ചെയ്യും. ഞാൻ വളരെ കൊച്ചുകുട്ടിയായപ്പോ തൊട്ടേ അത് അമ്മയുടെ കയ്യിൽ നിന്ന് പഠിച്ച് നല്ലോണം ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ കുട്ടികൾക്കും ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അത് ചെയ്യാൻ വേണ്ടി. ഈ കർക്കിടക കഞ്ഞി അങ്ങനത്തെ പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അമ്മയുടെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം അമ്മ കുറെ വിഭവങ്ങളൊക്കെ ഇല്ലേ ചേമ്പ്, അത് തന്നെ താള് കൂട്ടാൻ, അതൊക്കെ കൂട്ടണം കർക്കിടകത്തിൽ എന്ന് പറയാറുണ്ട്. അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്, എൻ്റെ കുട്ടികൾക്കും ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ അമ്മയുടെ ഇനിയിപ്പോ അറിയാത്തവര് എന്താണ് താള് കൂട്ടാൻ അറിയാത്തവര് അമ്മയുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി. സ്വന്തം അമ്മന്ന് സെർച്ച് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് ഉണ്ടാക്കാം. താളുണ്ടായാൽ മാത്രം മതി. മതിയില്ലേ അമ്മ? എനിക്ക് നമ്മുടെ കറി തിള വന്നു തോന്നില്ലേ? ഒന്നുകൂടി ആവട്ടെ. ഒന്ന് അടച്ചു വെക്കണം അങ്ങനെ നിർബന്ധം ഇല്ല. അപ്പോൾ നമ്മൾ കറി ഒന്ന് തിള വന്നിട്ടുണ്ട്. ശരിക്കും ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും പിന്നെ ഈ ഓണത്തിന് നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന എരിശ്ശേരിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അല്ലേ അമ്മ? അതെ, അല്ല ക്യാബേജ് കൊണ്ട് എല്ലാവർക്കും ഒരു തോരനല്ലേ ഉള്ളൂ. അതാ ഞാൻ അതെ, നമ്മൾ ക്യാബേജ് എപ്പോഴും തോരനാണ് വെക്കുക. അപ്പം ഇപ്രാവശ്യം ഓണത്തിന് എല്ലാവരും ക്യാബേജും പരിപ്പൂടെ ചേർത്തിട്ടുള്ള എരിശ്ശേരി വെക്കുക.
അപ്പൊ നമ്മുടെ പരിപ്പ് ഏകദേശം ഇല്ലേ വെന്ത് കുറുകിയിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മള് തേങ്ങ ജീരകം കൂടെ അരച്ചത് ചേർത്തു, നന്നായിട്ട് വെന്ത് ആ ഒരു എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് ഇറക്കി വെക്കുക. ഒന്ന് തിളച്ച് നല്ലോണം ഇതായി കഴിയുമ്പോൾ ഇറക്കി ഓഫ് ചെയ്യണോ അമ്മ? വേണ്ട, ഇനി ഇത് വറുത്തിടാനായിട്ട് വെക്കണ്ടേ? കടുക് വറക്കുക. ഇവിടെ ഈ പരിപ്പ് കൂട്ടാൻ തിളച്ചപ്പോൾ ഇതിന്റെ പുറകിലിരുന്ന് പലരും വെള്ളം വറക്കുന്നുണ്ട് ഇല്ലേ അമ്മ? നമ്മുടെ കറിയുടെ മണം കേട്ടിട്ട്. അതെ, ശരി കേട്ടോ. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇനി അമ്മ നമുക്ക് അടുപ്പ് കത്തിച്ചു അമ്മ? കത്തിച്ചു. അപ്പൊ നമ്മളിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയൊക്കെ നമ്മള് ഇഷ്ടത്തിനാണ്, അവരോരുടെ ഇഷ്ടത്തിന്. ചിലർക്ക് ഇനി എന്താ അമ്മ? കടുക്. അമ്മ ഇപ്പൊ ഈ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോഴേ അമ്മയാണോ ഈ അതായത് തീരുമാനിക്കുന്നത് മോനെ നമുക്ക് ഇന്ന് ഇത് ചെയ്യാം അങ്ങനെ എന്തെങ്കിലും? അല്ല ഇന്ന് അതായത് ബാക്കിയൊക്കെ ഞാൻ എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. അപ്പൊ എന്തെങ്കിലും ഞാൻ പുതുതായിട്ട് ചെയ്യുമ്പോൾ അവർക്കും പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ എന്താണ് അമ്മ ഒരു പ്രചോദനം ഈ യൂട്യൂബില്? അല്ല മോളെ, ഇത് വന്നില്ലേ കോവിഡ്, അപ്പൊ വെറുതെ വീട്ടിലിരിക്കുകയല്ലേ എല്ലാവരും. അപ്പം അങ്ങനെ പറഞ്ഞ ഒരു ദിവസം പുളിയും മുളകും ഇട്ടു. അപ്പോൾ അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് എന്താ വൈറലായി. അപ്പം അമ്മ ചോദിച്ചാൽ എന്താ വൈറലായി? അപ്പോൾ പിന്നെ എനിക്ക് ഓരോന്നുണ്ടാക്കുമ്പോൾ അങ്ങനെ ഇട്ട് ബാക്കി ആ കുട്ടികൾക്കും കൂടി ഉപകാരമാവട്ടെ, അവരൊക്കെ വീട്ടിലിരിക്കുകയല്ലോ, അപ്പോൾ ചെയ്യാലോ, അങ്ങനെ ചെയ്തു തുടങ്ങി. അത് തന്നെ, അതാണ്. കാരണം ഇതിപ്പോ നമുക്കറിയാം എല്ലാവർക്കും ഭയങ്കര ബിസി ലൈഫാണ്. ചെയ്യുന്നതിനിടയ്ക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസ് ആണ് അമ്മയുടെ പറയുന്നത്. അതിനിടയ്ക്ക് പറയട്ടെ, എന്താ അമ്മ പറഞ്ഞ പുളിമുളകും. എന്റെ ഈശ്വര, ആയിക്കൂടെ കപ്പൽ ഓടിക്കാനുള്ള വെള്ളം ഉണ്ട് പുളിമുളകും എന്നൊക്കെ കേട്ടു. അയ്യോ, അപ്പൊ എല്ലാരും പോയി പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ഒന്നായിട്ടുണ്ട്. കടുക് ഇടുക. അപ്പൊ നമ്മള് കടുക് ഇട്ടു. ഇനി കറിവേപ്പില, ഉണക്കമുളക്. എത്ര എണ്ണം വേണം അമ്മ? 3 എണ്ണം. തേങ്ങ മോളെ, ഈ തേങ്ങ നമ്മൾ ആദ്യം തേങ്ങ അരച്ചുള്ളൂ, അതിന്റെ കൂടെ തന്നെ ചിരകിയ തേങ്ങ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. ഇതിലേക്ക് എരിശ്ശേരിയിൽ എല്ലാത്തിനും വേണം. നന്നായിട്ട് മൂത്തിട്ട് എരിശ്ശേരിയിലേക്ക് കൊടുക്കും. നമ്മൾ ശരിക്കും ഒരു അരമുറി തേങ്ങ എടുത്തെങ്കിലും അതിന് കുറച്ച് തേങ്ങ എടുത്ത് നമ്മൾ അജീരമായിട്ട് അരച്ചു ചേർത്തു. അതെ. ഇപ്പം തേങ്ങ ബാക്കിയുള്ള തേങ്ങ അത് തന്നെ കടുകും മുളകും കൂടി പൊട്ടിച്ചിട്ട് ഈ തേങ്ങയും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് എരിശ്ശേരിയിലേക്ക് കൊട്ടണം. അത്രയും വെളിച്ചെണ്ണ മതിയാവും അമ്മ? മതി. തേങ്ങയും വെളിച്ചെണ്ണയല്ലേ, ധാരാളം മതി. അപ്പൊ നമ്മള് ഇത് മൂത്ത് വരാൻ ഒരു സമയമുണ്ട് അല്ലേ? ഒരു ബ്രൗൺ കളർ ആകുന്ന ഒരു സമയമാണ് ഇതിന്റെ ഒരു തേങ്ങയുടെ മൂത്ത് വരുന്ന ഒരു സമയം. ഇപ്പൊ അമ്മ ഉണ്ടാക്കുന്നതിൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇപ്പൊ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതിൽ. കാരണം ഈ പെണ്ണുങ്ങൾ പൊതുവേ അമ്മ ഇപ്പൊ നമ്മളിങ്ങനെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കഴിക്കാൻ ആ വിഭവം കഴിക്കാൻ മടി പോലെ അമ്മയ്ക്ക് ഉണ്ടോ അങ്ങനെ? ഞാൻ ഉണ്ടാക്കാൻ എനിക്ക് അധികം ഇഷ്ടമല്ല, വേറെ എവിടെന്നെങ്കിലും കിട്ടിയ ഇഷ്ടമാണ്. ഒരു സന്തോഷം നമുക്കല്ലേ. പിന്നെ ഇപ്പൊ നമ്മൾ ദിവസമാകുമ്പോൾ നമ്മുടെ തന്നെ കൂട്ടിയല്ലേ കഴിക്കുള്ളൂ. അതിപ്പോ എനിക്കൊരു രസവും മെഴുക്കുരട്ടിയോ പിന്നെ ഞാൻ അരച്ചേലക്കി ഉണ്ടാക്കും. അത് അങ്ങനെയൊക്കെയാണ് എനിക്കിഷ്ടം. എനിക്ക് വലിയ കൂട്ടാനൊന്നും വേണമെന്നില്ല, നിർബന്ധമില്ല. റെഡി. തേങ്ങ മൂത്തു, മുളക് എല്ലാം റെഡി. ഈ കൂട്ടാത്തിലേക്ക് കൊട്ടട്ടെ. നമ്മൾ തേങ്ങ വറുത്ത് നമ്മുടെ എരിശ്ശേരിയിലേക്ക് കൊട്ടി. നിങ്ങൾക്ക് ഈ ബാക്ക് സൈഡ് കാണാൻ പറ്റും, എനിക്ക് അറിഞ്ഞൂടാ. അമ്മ എല്ലാത്തിലും ഈ കറി എടുത്തിട്ട് ആ ചട്ടിയിലേക്ക് വീണ്ടും ഇട്ടിട്ട് ഇതിനെ മൊത്തം ആ എണ്ണ എല്ലാം കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. നോക്കൂ, ചൂട് നോക്കി കഴിക്കണേ. ശരി, നല്ല ചൂടുണ്ട്. അല്ല, ഇത് കയ്യിലിടുമ്പോൾ മണം കേട്ട് കൊതിയായിട്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ എന്താണ്? ക്യാബേജും പരിപ്പും എരിശ്ശേരി അല്ലേ? 3/4 ഗ്ലാസ് പരിപ്പ് ആദ്യം വേവിച്ചു. അതിലേക്ക് നമ്മൾ ഒരു കഷ്ണം ക്യാബേജ് അരിഞ്ഞ് പരിപ്പ് വെന്ത പരിപ്പിലേക്ക് ക്യാബേജ് ഇട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പിട്ട് വേവിച്ച് ഒന്നും കൂടി വേവിച്ച് തേങ്ങയും ജീരകവും കൂടെ അരച്ചത് കൂട്ടി അത് കഴിഞ്ഞ് അതെല്ലാം മിക്സ് ചെയ്ത് തിളച്ച് കടുക് വറുത്ത് തേങ്ങയും കൂടെ വറുത്ത് ഇതിലേക്ക് കൂട്ടി എരിശ്ശേരി റെഡി. സിമ്പിളാണ്. ഊതി കഴിക്കും. ഇത് ക്യാബേജും പരിപ്പ് എരിശ്ശേരി എന്ന് പറയത്തേ ഇല്ല. കാരണം നമുക്ക് ചില കറികളൊക്കെ ഒരു ടേസ്റ്റ് കഴിക്കുമ്പോൾ അറിയാലോ. ഇത് ഭയങ്കര ഈസിയാണ്, നല്ല ടേസ്റ്റാണ്. ഈ പ്രാവശ്യം ഓണത്തിനപ്പം ഇല്ലേ അമ്മ? അതെ. അപ്പം അമ്മയുടെ വക ക്യാബേജും പരിപ്പ് എരിശ്ശേരിയാണ്. എല്ലാവരും കഴിച്ചു നോക്കണം, വെച്ച് നോക്കണം. അപ്പൊ അമ്മ, ഈ അമ്മയുടെ വക ഒരു കിടിലൻ കറി ആയിട്ടുണ്ട്. അപ്പൊ ഒരു ഓണാശംസ ആയാലോ? അമ്മയുടെ വക അമ്മയുടെ എല്ലാ മക്കൾക്കും ഓണാശംസകളും തരണം. കൂട്ടാനും എല്ലാവരും വച്ചു നോക്കണം കേട്ടോ.